കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 6. രചന ശാലിനി ഇ.എ. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് രേണുക ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവർ എഴുന്നേറ്റ് പോയി ഉമ്മറവാതിൽ തുറന്നു. മുന്നിലെ അരന്റെ വെളിച്ചത്തിൽ ഒരു കുസൃതി ചിരിയുമായി നിൽക്കുന്ന സത്യപ്രതാപനെ കണ്ട് അവർക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ കിടക്കാമായിരുന്നില്ലേ? ആദ്യം ഇതൊന്ന് പിടിക്കു ഭാര്യയെ, എന്റെ കൈ വല്ലാതെ കടഞ്ഞു പൊട്ടുന്നു. കയ്യിലുള്ള കുഞ്ഞു ബ്രീഫ് കേസ് രേണുകയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് മുഖത്ത് വിരിഞ്ഞ അതേ കുസൃതിച്ചിരിയോടെ സത്യപ്രതാപൻ പറഞ്ഞു. ഓ പിന്നെ, കൈ കടയാൻ മാത്രം ഇതിൽ കരിങ്കല്ലാണല്ലോ നിറച്ചിരിക്കുന്നത്. മാറിൽ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് അയാൾ പുഞ്ചിരിയോടെ അവരെ നോക്കി. അകത്തേക്ക് കയറുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് വാതിലടയ്ക്കണം. നിങ്ങൾക്കോ ഉറക്കമില്ല, മറ്റുള്ളവരുടെ ഉറക്കം കൂടി കെടുത്തുന്നത് എന്തിനാ? പുലരാൻ കാലത്ത് വന്നേക്കുക. ഓഫീസിനുള്ളിൽ തന്നെ കിടന്നാൽ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകുമോ? അയാളെ ഒരു കൈകൊണ്ട് അകത്തേക്ക് പിടിച്ചു മാറ്റി നിർത്തി രേണുക വാതിലടച്ച് ലോക്ക് ചെയ്തു. ബെഡ്റൂമിലെ മേശപ്പുറത്ത് ബ്രീഫ് കേസ് വെച്ച് തിരിയുമ്പോൾ സത്യപ്രതാപൻ പാന്റും ഷർട്ടും മാറ്റി ഒരു കാവ്യമുണ്ട് എടുത്ത് കൊടുക്കുന്നതാണ് രേണുക കണ്ടത്. കുളിക്കുന്നില്ലേ? ഇത്തവണ സ്വരം മഴത്തിലാണ്. നേരം വിളിക്കാൻ ഇനി അധികം സമയമില്ലല്ലോ. ഒന്ന് കണ്ണടയ്ക്കട്ടെ, അതിനുശേഷം കുളിക്കാം. എങ്കിൽ ഞാൻ വേഗം ഭക്ഷണം എടുത്തു വയ്ക്കാം. രേണുക തിരിഞ്ഞു വാതിലിന് നേർക്ക് നടന്നു. രേണു, വേണ്ട, ഇന്നിനി ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല. വല്ല ദഹനക്കേടും പിടിക്കും. കുറച്ചു നേരമേ ഉള്ളെങ്കിലും അത്ര നേരം ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അയാൾ കിടക്കയിലേക്ക് ചാഞ്ഞു. കമ്പനി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നോ? ഒടുക്കം ഒന്നുമില്ലാതെ പറക്കേണ്ടി വരും. അയാൾക്ക് അരികിലേക്ക് കിടന്നുകൊണ്ട് രേണുക പിറുപിറുത്തു. അയാൾ അവരിലേക്ക് ഒന്ന് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഇടത് കൈയാൽ ഒന്ന് ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് അവരുടെ മൂർധാവിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. ഞാൻ ഒന്നും അറിയാത്തവനാണെന്ന് കരുതി വന്നി. ജോലി ചെയ്യുന്നിടത്തോളം കാലം ഉത്തരവാദിത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കിയാലും ഇനിയൊരു ജോലി അന്വേഷിച്ചു പോകേണ്ടതുണ്ടോ രേണു? വയസ്സായില്ലേ? ശേഷിച്ച കാലം നമുക്കിങ്ങനെ സ്നേഹിച്ചും കൊണ്ട് കഴിയാം. എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ഞാൻ പ്രാർത്ഥിക്കും. അത് കേട്ടതും അയാൾ ചിരിച്ചുപോയി. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. രാവിലെ 7 മണിയാകുമ്പോൾ എന്നെ വിളിക്കണം. അതുവരെ 3 മണിക്കൂർ സമയമുണ്ട് ഉറങ്ങാൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. രേണുക ഒന്ന് മിഴികൾ കൂർപ്പിച്ചു നോക്കിയതും അയാൾ പറഞ്ഞു വന്നത് തിരുത്തി. സോറി, ഗുഡ് മോർണിംഗ്. ചിരിച്ചുകൊണ്ട് രേണുക അയാളിലേക്ക് ചേർന്ന് കിടന്നു. 6:30 മുൻപേ രേണുക അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ പൂമുഖത്തെ ചാരുപടിയിലിരുന്ന് ഫയൽ നോക്കുന്നുണ്ട് സത്യപ്രതാപൻ. 7 മണിക്ക് വിളിക്കാനുള്ളത് കൊണ്ട് തിരക്കിട്ട് അമ്പലത്തിൽ നിന്നും ഓടി വരികയായിരുന്നു ഞാൻ. പടികൾ കയറി വന്നതും രേണുക പറഞ്ഞു. തലയിൽ ഇന്നത്തെ ബോർഡ് മീറ്റിംഗ് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഉറക്കമെല്ലാം വേഗം തെളിഞ്ഞു. കുളി കഴിഞ്ഞ് ഈറനായ അയാളുടെ മുടിയിലെ വെള്ളം സെറ്റിന്റെ തലപ്പ് കൊണ്ട് തുവർത്തി കൊടുത്തു രേണുക. കയ്യിലെ ഇലച്ചിന്നിൽ നിന്നും ഒരു തുണ്ട് ചന്ദനമെടുത്ത് അയാളുടെ നെറ്റിയിൽ വരച്ചു കൊടുത്തു. കട്ടനെടുക്കട്ടെ? ജാനകിയമ്മ തന്നു. ഇനി കുറച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നലെ നിന്റെ അടുത്ത് തന്നെ ബ്രീഫ് കേസ് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അതിലൊരു മഞ്ഞ ചട്ടയുള്ള ഫയലുണ്ട്. അതൊന്ന് എടുത്തു വന്നേ. അകത്തേക്ക് നടക്കുന്ന രേണുകയെ നോക്കി അയാൾ പറഞ്ഞു. രേണുക കയ്യിലുള്ള ഇലച്ചീന്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ചതിന് ശേഷം റൂമിലേക്ക് ചെന്നു. അയാൾ പറഞ്ഞതുപോലെ മേശപ്പുറത്തിരിക്കുന്ന പെട്ടിയിൽ നിന്നും മഞ്ഞ ഫയൽ പുറത്തേക്ക് എടുത്തു. തിരിച്ചു വാതിലിന് നേർക്ക് നടക്കുന്നതിനിടയിൽ ഫയലിൽ വെച്ചിരുന്ന ലെറ്റർ താഴെ വീണ് സോഫയുടെ അടിയിലേക്ക് നീങ്ങിപ്പോയി. ഇങ്ങനെയൊരു സംഭവം നടന്ന് രേണുക അറിഞ്ഞതേയില്ല. രേണുക ഫയൽ അയാളെ ഏൽപ്പിച്ചതിന് ശേഷം കിച്ചണിലേക്ക് പോയി. കൃത്യം 10 മണിക്ക് തന്നെ ബോർഡ് മീറ്റിംഗ് ആരംഭിച്ചു. സാമ്പത്തിക വികസനത്തെക്കുറിച്ച്, പുതിയ എഗ്രിമെന്റിനെ കുറിച്ചും ഉള്ളതായിരുന്നു മീറ്റിംഗ്. ആ വർഷത്തെ ഓഡിറ്റിംഗ് കഴിഞ്ഞതിനാൽ വരവ് ചെലവ് കണക്കുകളടങ്ങിയ ഫയൽ മാനേജർ സത്യപ്രതാപൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ ഏൽപ്പിക്കുന്ന ദിവസവും അന്നാണ്. 2 വർഷമായി മാനേജിംഗ് ഡയറക്ടറുടെ സീറ്റിൽ കാർത്തിക് മഹാദേവനാണ് ഇരിക്കുന്നത്. പണത്തിന്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനോട് ആയാൽ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും കാർത്തിക് തയ്യാറാവില്ല.
അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ കാർത്തിക്കിനെ ഏൽപ്പിക്കുമ്പോൾ സത്യപ്രതാപന്റെ നെഞ്ചൊന്ന് കിടുങ്ങുന്നുണ്ടായിരുന്നു. അയാൾ കള്ളത്തരം ചെയ്തതുകൊണ്ട് ആയിരുന്നില്ല ടെൻഷൻ. കൊടുത്ത കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പരസ്യമായി ചീത്ത വിളിക്കും കാർത്തിക്. 1 മണിയോടെയാണ് മീറ്റിംഗ് അവസാനിച്ചത്. ഓരോരുത്തരായി മീറ്റിംഗ് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ സത്യപ്രതാപൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കാർത്തിക്കിന് ശേഷമാണ് മഹാദേവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഹാദേവൻ സത്യപ്രതാപനെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടതും സത്യപ്രതാപന്റെ മിഴികളൊന്ന് ചുരുങ്ങി. ഇവനെന്തിനാ എന്നെ തിരിഞ്ഞു നോക്കിയത്? ആ കണ്ണുകളിൽ തന്നോട് എന്തോ പറയാനുള്ളത് പോലെ സത്യപ്രതാപന് തോന്നി. വർഷങ്ങളായി തമ്മിൽ മിണ്ടിയിട്ടും നേർക്കുനേരെ നോക്കിയിട്ടും ഇന്നിപ്പോൾ തന്നെ നോക്കിയ നോട്ടം എന്തിനു വേണ്ടിയായിരുന്നു? പണ്ടത്തെ സത്യപ്രതാപൻ ആയിരുന്നെങ്കിൽ എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നാലെ ചെല്ലുമായിരുന്നു. ഇന്നവൻ തൻ്റെ ആരുമല്ലെന്ന് അയാൾ മനസ്സിൽ ഓർത്തു. അവന്റെ കമ്പനിയിൽ താൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശമ്പളവും പറ്റുന്നുണ്ട്. അതിലപ്പുറവും ഒരു ബന്ധവുമില്ല. ദിവസങ്ങൾ കടന്നുപോയി. അന്നൊരു വെള്ളിയാഴ്ചയാണ്. തലേ ദിവസം ഉറങ്ങാൻ കഴിയാത്തതിനാൽ യാമിനി വളരെ വൈകിയാണ് ഉണർന്നത്. കടുത്ത ശ്വാസമുട്ടൽ കാരണം അവർക്ക് തലേ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ശ്വാസമുട്ടൽ തൻ്റെ അവസാനത്തെ ഊർജ്ജശ്വാസമാണെന്ന് യാമിനിക്ക് തോന്നി. സ്ഥിരം കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ഇനി ചെല്ലാൻ കഴിയില്ല. കാരണം അവർ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു കൊള്ളാനാണ് അവർ പറഞ്ഞത്. അതിനർത്ഥം തൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു എന്നാണ്. അത് എന്നത് മാത്രമേ അറിയാനുള്ളൂ. കിടന്ന കിടപ്പിൽ തന്നെ യാമിനി സെൽഫിന്റെ മുകളിലത്തെ റാക്കിലേക്ക് നോക്കി. അന്ന് സത്യപ്രതാപനെ കാണാൻ പോയി വരുമ്പോൾ അവൾ വാങ്ങിയതാണ് വിഷത്തിന്റെ ചെറിയൊരു ബോട്ടിൽ. ഇന്ന് രാത്രി 8 മണി വരെ ഞാൻ കാത്തിരിക്കും. പ്രതാപേട്ടന്റെ ഒരു കോളിനായി. ആശ്രയമറ്റവൾക്കുള്ള ജീവാശ്വാസം പോലെ ആയിരിക്കും ആ കോൾ. തൻ്റെ മോളെ ആരെയും ഏൽപ്പിക്കാതെ താൻ ഈ ഭൂമിയിൽ നിന്നും പോവില്ല. പ്രതാപേട്ടൻ മാത്രമാണ് ഏക പ്രതീക്ഷ. അദ്ദേഹം ഒന്ന് വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇന്ന് യാമിനി ഈ ഭൂമിയിൽ നിന്നും പോകും, തൻ്റെ മകളെയും കൂട്ടി. അമ്മയെ വയ്യായിക ഒന്നുമില്ലല്ലോ? ഞാൻ കോളേജിലേക്ക് പോട്ടെ? കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പോടെ റൂമിലേക്ക് കയറി വന്ന് നദി ചോദിച്ചു. മകളെ കണ്ടതും യാമിനി പതിയെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. മോള് പൊയ്ക്കോളൂ, അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. വൈകിട്ട് കുറച്ച് നേരത്തെ വരണം, നമുക്കൊന്ന് ബീച്ചിൽ പോകാം. യാമിനി പറഞ്ഞത് കേട്ട് അവൾ അതിശയത്തിൽ അമ്മയെ നോക്കി. ഇന്നലെ ശ്വാസം മുട്ടിക്കിടന്ന് പിടഞ്ഞിരുന്ന അമ്മ തന്നെയാണോ ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ വൈകുന്നേരം മുതൽ മഞ്ഞു പെയ്തു തുടങ്ങുന്ന കാലമാ ഇനിയും ശ്വാസം വിട്ട് കൂടാനാണോ? യാമിനി നദിയുടെ നേർക്ക് നോക്കി ഒന്ന് ചിരിച്ചു. മനസ്സിൽ വലിയ വലിയ മോഹങ്ങളൊക്കെയുണ്ട്. അതൊന്നും സാധിക്കാൻ എൻ്റെ മുന്നിൽ ജീവിതം ഇനിയില്ല. അത് നിനക്കറിയാലോ. അസ്തമന സൂര്യനെ ഒന്ന് കാണണം എന്നത് മനസ്സിലെ വലിയൊരു ആഗ്രഹമാണ്. ഭൂമിയിലെ തേജസ്സും മോജസ്സും കടലിനടിയിലേക്ക് ഊളിയിട്ട് പോകുമ്പോൾ അന്ധകാരത്തിൽ ആഴ്ന്നു പോകുന്ന ഭൂമിയെ എനിക്കൊന്ന് കാണണം. ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ നോക്കി എനിക്കൊന്ന് പുഞ്ചിരിക്കണം. എന്നിൽ അടിഞ്ഞുകൂടിയ ദോഷങ്ങളെല്ലാം ഈ ജന്മത്തോടെ കഴുകിക്കളയണമെന്ന് തിരമാലക്കൂട്ടങ്ങളോട് അപേക്ഷിക്കണം. പിന്നെ മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വൈകുന്നേരം നേരത്തെ വരാം. നമുക്ക് ഒരുമിച്ച് ബീച്ചിൽ പോകാം. അമ്മ റെഡിയായിരുന്നുള്ളൂ. നിറഞ്ഞു വന്ന കണ്ണുകളെ അമ്മ കാണാതിരിക്കാൻ തിരിഞ്ഞു നിന്ന് തുടച്ചും കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം നദിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിനെ അത്രയേറെ മുറിപ്പെടുത്തിയിരുന്നു. മരണം മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെയല്ലേ അമ്മ തന്നോട് സംസാരിച്ചത്? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ എന്തു ചെയ്യും? അച്ഛൻ എന്നതായിരുന്നു തൻ്റെ സ്വപ്നം. അവസാന നിമിഷത്തിലെങ്കിലും അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞു തരുമെന്ന് കരുതി. അമ്മയുടെ മരണശേഷം അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അമ്മ പറയുമെന്നായിരുന്നു തൻ്റെ കണക്കുകൂട്ടൽ. തൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടല്ലേ അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞു തന്നത്. പെട്ടെന്നൊരു ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ താൻ എന്താണ് ചെയ്യേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? ആരുടെ അടുത്താണ് താൻ അഭയം ചോദിക്കേണ്ടത്? അമ്മയുടെ കൂടെ പോവുകയല്ലാതെ തൻ്റെ മുന്നിൽ വേറെ ഓപ്ഷനില്ലെന്ന് നദി ഓർത്തു. വൈകുന്നേരം കടൽ തീരത്തെ മണൽത്തരികൾ നദി അമ്മയോട് ചേർന്നിരുന്നു. അകലെ ചക്രവാളം ചുവന്നു തുടുത്തിരുന്നു. അന്നത്തെ അന്നം തേടിപ്പോയവർ
ബോട്ടിൽ തിരിച്ചു വരുന്നത് കാണാം. വെറുതെ കാഴ്ച കണ്ടിരുന്നതല്ലാതെ യാമിനി ഒന്നും പറഞ്ഞില്ല. കൂടെ കൊണ്ടുപോകുന്നവരോട് തനിക്കൊന്നും പറയാനില്ലല്ലോ, ഇവിടെ നിർത്തിപ്പോകുന്നുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും പറയേണ്ടതുള്ളൂ. അവസാന പ്രതീക്ഷയായ പ്രതാപേട്ടൻ ഇനി വിളിക്കില്ലെന്ന് താൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കുന്ന ഭംഗിയുള്ള കാഴ്ച കണ്ടതിന് ശേഷം യാമിനി മണലിൽ എഴുന്നേറ്റ് നിന്നു. അസ്തമനം കണ്ടു കഴിഞ്ഞു. നാളത്തെ സൂര്യോദയം കാണാൻ യാമിനി ഭൂമിയിൽ ഉണ്ടാവില്ല. യാമിനി എന്ന അധ്യായം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു നിമിഷം തനിക്ക് ജന്മം തന്ന മാതാപിതാക്കളെ അവൾ ഓർത്തു. അനാഥത്വത്തിന്റെ നീർച്ചുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞവരോട് അവൾക്ക് പുച്ഛം തോന്നി. ജനിച്ചപ്പോൾ തന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്നിലൂടെ ഒരു തലമുറ ജനിക്കില്ലായിരുന്നു. ഇത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. 7 വയസ്സുവരെ പോറ്റി വളർത്തിയ താൻ നൊന്ത് പ്രസവിച്ച മകനെ കാണാതെയാണ് തൻ്റെ മടക്കയാത്ര. അമ്മ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ തെറ്റുകൾക്കും നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് തന്നെ തരണേ ഭഗവാനെ. കവിളിലേക്ക് ഒഴുകിയിറങ്ങുന്ന മേനീർ കണങ്ങളെ യാമിനി പുറം കൈകൊണ്ട് തുടച്ചു നീക്കി. ഇല്ല, ഇനി യാമിനി കരയില്ല, ആരെയും ശപിക്കുന്നുമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവണമെന്നത് ദൈവനിശ്ചയം ആയിരിക്കും. അമ്മയെ തന്നെ നോക്കി നിൽക്കുന്ന നദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അമ്മയുടെ നെഞ്ചിലെ വേദനകൾ അത്രയും. അമ്മേ, സമയം 7 മണിയാകുന്നു, നമുക്ക് പോവണ്ടേ? പോവാം. യാമിനി നദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അടുത്തുള്ള കടയിൽ കയറി 2 ബിരിയാണി പാർസൽ വാങ്ങിയിട്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. സന്ധ്യാനേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് രേണുക മുറിയിലേക്ക് എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞു. പൂജാമുറിയിൽ നിന്നെടുത്ത കുന്നിക്കുരുവുണ്ട് അവരുടെ കയ്യിൽ. പറമ്പിൽ നിന്ന് രേണുക തന്നെ പെറുക്കിയെടുത്ത് പൂജാമുറിയിൽ ശേഖരിച്ച് വെക്കുന്നതാണ് കുന്നിക്കുരു. എന്നും പ്രാർത്ഥന കഴിഞ്ഞാൽ അതിലൊന്ന് കൈയിട്ട് വാരും. ഇന്ന് കൈയിട്ട് വാരിയപ്പോൾ ഒരു കുന്നിക്കുരു കൂടെ പോന്നു. ആ കുന്നിക്കുരു പതിയെ മേശപ്പുറത്ത് വയ്ക്കുന്നതിനിടെയാണ് അത് ഉരുണ്ട് താഴെ വീണത്. മേശയുടെ അടിയിലേക്ക് പോയ കുന്നിക്കുരു മുട്ടുകുത്തിയിരുന്ന് കൊണ്ട് എടുക്കുമ്പോഴാണ് അവരുടെ കണ്ണിൽ ഒരു കവർ ഉടക്കുന്നത്. കുരിഞ്ഞുകൊണ്ട് തന്നെ അവരാ കവർ എടുത്തു. അതിനുള്ളിലെ ഒരു ലെറ്ററാണെന്ന് രേണുകയ്ക്ക് മനസ്സിലായി. ഒട്ടിച്ചിട്ടില്ലാത്ത കവർ തുറന്നുകൊണ്ട് അവൾ അതിനുള്ളിലെ ലെറ്റർ പുറത്തെടുത്തു. അതിലെ കൈയക്ഷരം കണ്ടതും രേണുകയുടെ നെഞ്ചിലൊരു മിന്നലുണ്ടായി. അവർ ഹെഡ്ലൈൻ ഒന്ന് വായിച്ചു. പ്രിയപ്പെട്ട പ്രതാപേട്ടന്, ഞാൻ യാമിനി. അത്രയും വായിച്ചപ്പോഴേക്കും രേണുകയുടെ മിഴികൾ പുറത്തേക്ക് തള്ളി വന്നു. പ്രതാപേട്ട, ഒരലർച്ചയായിരുന്നു. രേണുക അറിയാതെ അവരുടെ ശബ്ദം ഉയർന്നുപോയി. അന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് വന്ന സത്യപ്രതാപൻ ഓരോന്നാലോചിച്ചുകൊണ്ട് പൂമുഖത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രേണുകയുടെ കരച്ചിൽ കേൾക്കുന്നത്. അയാൾ ആദ്യമെടുത്തും കൊണ്ട് മുറിയിലേക്ക് പാഞ്ഞു. എന്തിനാ നീ കരഞ്ഞത്? മുറിയിൽ എത്തിയ പാടെ അയാൾ ഒച്ച വെച്ച് ചോദിച്ചു. ഇത് ബാക്കി പറയാനാകാതെ രേണുക നിന്നു. രേണുക നീട്ടിപ്പിടിച്ച ലെറ്റർ കയ്യിലേക്ക് വാങ്ങുമ്പോൾ സത്യപ്രതാപൻ അവളുടെ മറുകൈയിലുള്ള കവറിലേക്ക് ഒന്ന് നോക്കിയത്. ഇതാ ലെറ്റർ അല്ലേ? അയാൾ ലാഘവത്തോടെ പറഞ്ഞു. ഏത് ലെറ്റർ? നിനക്കെന്തറിയണോ? ഈ പ്രായത്തിൽ എനിക്ക് ആരെങ്കിലും ലവ് ലെറ്റർ തരുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ എന്നെ കാണാൻ ഓഫീസിൽ ഒരു സ്ത്രീ വന്നിരുന്നത്രേ. എന്നെ കാണാത്തതിനാൽ എന്നെ ഏൽപ്പിക്കാനായി ഒരു കത്ത് നിർമ്മല സുകുമാരനെ ഏൽപ്പിച്ചിരുന്നത്രേ. വല്ല ജോലിക്കാര്യത്തിനും ആവും, തിരക്കെല്ലാം കഴിഞ്ഞ് സാവധാനം വായിക്കാമെന്ന് കരുതി പിന്നീട് ഞാൻ അതങ്ങ് വിട്ടുപോയി. അയാൾ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയാണ് രേണുക. ചോദ്യവും ഉത്തരവും എല്ലാം നിങ്ങൾ തന്നെ മനസ്സിൽ റെഡിയാക്കി വെച്ച സ്ഥിതിക്ക് ഇനി കത്ത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. രേണുകയുടെ കണ്ണുകളിൽ കോപം ചൊലിച്ചു. നിങ്ങൾ ആ ഫസ്റ്റ് ലൈനിൽ ഒന്ന് വായിക്ക്, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. അയാളുടെ മിഴികൾ ഹെഡ്ലൈനിൽ ഒന്ന് പാഞ്ഞു. യാമിനി എന്ന പേരിൽ ആ മിഴികൾ നിശ്ചലമായി. യാമിനി, അന്നെന്നെ ഓഫീസിൽ കാണാൻ വന്നത് യാമിനിയായിരുന്നോ? ഈശ്വര, അറിഞ്ഞില്ലല്ലോ ഞാൻ. അയാൾ ടെൻഷനോടെ തലയിൽ കൈവച്ചു. നിങ്ങളെന്ന കത്തൊന്ന് വായിക്കുന്നുണ്ടോ? ദേഷ്യവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ രേണുക ഒച്ചയിട്ട് ചോദിച്ചു.
അയാൾ കത്ത് വായിക്കാൻ തുടങ്ങി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.